ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിപിൻ ദാസിൻ്റെയും സവിൻസ രണ്ടുപേരും മാജിക്കാണ്. മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ മോള് വിളിച്ച്, അപ്പോൾ ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് പടം, അച്ഛൻ മ്യൂസിക് കേൾക്കണ്ടെന്ന് ചോദിച്ച്. ഞാൻ പറയും മ്യൂസിക് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വൈഫിന് മനസ്സിലായി കരയായിരിക്കും എന്നുള്ളത്. 25 മിനിറ്റ് ഇവർ മിണ്ടിയിട്ടില്ല. ഈ പിള്ളേർ ആരും മിണ്ടിയിട്ടില്ല. അത് നോക്കുമ്പോൾ ഞാൻ സ്ക്രീനിൽ നോക്കണമല്ല, ഇവരിങ്ങനെ നോക്കിയിട്ട് മൊബൈലിലൊക്കെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം. ഒരു നന്നായിട്ട് കരയുണ്ടായിരുന്നു. അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇവർക്ക് ഈ ഇമോഷണലി ടച്ചില്ല, ഇവർക്ക് സങ്കടമൊന്നും ഇല്ലെന്നാണ് നമ്മുടെ വിചാരം. ഇവരങ്ങനെയാണ് നടക്കുന്നത്. പോത്തൻപാവ തന്നതിന് ശേഷം ഇതുവരെയായിട്ടും ഞാൻ വീട് വെച്ച്, കാറ് വാങ്ങിച്ച്, എൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അനിയന്മാരെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേറെ കടങ്ങളൊന്നും. പിന്നെ ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? അപ്പോൾ ബിജുകുട്ടി ചേട്ടാ ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കണതെന്ന് എനിക്കറിയാം. വാഴ 2 പ്രേക്ഷകർ ഏറ്റെടുത്തു, വിനായകൻ്റെ അച്ഛനെയും പ്രേക്ഷകർ ഏറ്റെടുത്തു. ഇപ്പോൾ മനസ്സിൽ തോന്നുന്ന ഫീലിംഗ് എന്താ? ഇത് ഇതുവരെ ഇല്ലാത്തൊരു ഫീലിംഗാണ് എന്തായാലും. കാരണം സിനിമ കാണുമ്പോൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. നേരത്തെ മമ്മൂക്കയുടെ പടത്തിലായാലും ലാലേട്ടൻ്റെ പടത്തിനായാലും. പിന്നെ ഇതുവരെയുള്ള സിനിമക്കൊക്കെ നല്ല ക്യാരക്ടർ അല്ലെങ്കിൽ നല്ല ചിരിപ്പിച്ച ക്യാരക്ടർ കാണുമ്പോൾ വിളിക്കും, ചേട്ടാ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രസമുണ്ട്, ആ കൗണ്ടർ നന്നായെന്നാണ് പറഞ്ഞ്. പക്ഷേ ഇത് വേറൊരു എന്താ പറയുക, വേറൊരു ഇമ്പാക്റ്റാണ് ഇതിനെ നമ്മൾ ഉദ്ദേശിച്ചേക്കാളൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മളോട് പറയണത് ഭയങ്കര വേദന ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാർ പറയുന്നത്. പലരും വിളിച്ചിട്ട് പറയണതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ കാണാൻ തോന്നി, പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനെ കാണാൻ തോന്നി, ഞങ്ങളുടെ കുടുംബം ഒന്നിച്ചായിരുന്നു, കല്യാണം കഴിച്ചപ്പോഴൊക്കെ മാറി, പക്ഷെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാനൊക്കെ തോന്നിയത് ഈ സിനിമ കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ആരാധനയൊക്കെ ഇങ്ങനത്തെ രീതിയിൽ വന്നത് ആദ്യമായിട്ടാണത്. അത് വേറൊരു എന്താ പറയുക, നമുക്കൊരു വേറൊരു വൈബാണത്. കരിയറിൻ്റെ ഒരു 20ാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2006 തുടങ്ങിയതാണ്, സിനിമയുടെ ഭാഗമായതാണ്. അതിനുശേഷം ഇപ്പോൾ 20ാമത്തെ വർഷത്തിലാണ് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ തേടി വരുന്നുണ്ടായിരുന്നത്. ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് ഒരു തുടക്കത്തിലെന്നല്ല, ഇതുവരെ കരിയറിൽ അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഈ ഒരു ക്യാരക്ടറായിട്ട് വന്ന സമയത്ത് ബിജുവേട്ടൻ ആദ്യം മനസ്സിൽ എന്താ ചിന്തിച്ചേ? നമ്മൾ ഇപ്പോൾ ടൈപ്പായിട്ട് എല്ലാവരും മാറും, കുറേ അങ്ങനെ യൂസ് ആകുമ്പോൾ അങ്ങനെ ആവുമല്ലോ. അതിങ്ങനെ വന്ന അതിൻ്റെ ഒരു പീക്ക് ലെവലൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ ഇതാണ് ഇങ്ങനത്തെയാണ് പിന്നെ നമുക്ക് ആവശ്യം. പക്ഷേ ആവശ്യം പിന്നെ നമ്മുടെ മനസ്സിലും ഇങ്ങനത്തെയൊക്കെ തന്നെയാണ് ക്യാരക്ടർ റോളും. അതുപോലെ തന്നെ ഇത്തിരി സങ്കടപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഉള്ളൊരു നെഗറ്റീവ് ക്യാരക്ടർ അങ്ങനെയൊക്കെ നമ്മൾ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതുപോലെ വരണമല്ലോ. ഇതിനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിനിമ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം സിനിമ. നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അത് സിനിമാക്കാരെയും സംവിധായകരെയും അല്ലെങ്കിൽ റൈറ്റേഴ്സിനെയൊക്കെ നമ്മൾ കുറ്റം പറയണമല്ല, അതങ്ങനെയാണത്. എനിക്കത് അതിനെക്കുറിച്ച് അറിയാം നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചോദിക്കാൻ പോകാറില്ല. മിക്കവാറും ഇപ്പോഴത്തെ പുതിയ ഡയറക്ടേഴ്സൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ വരുന്ന സമയത്തൊക്കെ അവരൊക്കെ അസോസിയേറ്റ് ഡയറക്ടറും അസിസ്റ്റൻ്റൊക്കെ ആയിരുന്ന കുട്ടികളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ എന്താണ്, ഒന്നാമത് ഞാനിങ്ങനെ ചോദിക്കാൻ പോകാറില്ല. നമുക്ക് ചോദിക്കണത് 1-2 കൈവിരലുണ്ടാവുന്ന നമ്മൾ മിഥുൻ, മാനുവൽ തോമസ്, പിന്നെ നമ്മുടെ ബേസിൽ ജോസഫ്, അങ്ങനെയൊക്കെയുള്ള ബേസിലിനെ ഇപ്പോൾ വിളിക്കാറില്ല, കാരണം തിരക്കായി പോയല്ലോ. കാരണം ഡയറക്ടർ മാത്രമല്ല പ്രൊഡ്യൂസറാണ്, പിന്നെ ബിസി ആയിട്ടുള്ള നായകനാണ്. അപ്പോൾ ഇപ്പം ബേസിലിനെ അങ്ങനെ വിളിക്കാറില്ല, നമുക്കറിയാം തിരക്ക്. മിഥുനെ വിളിക്കാറുണ്ട്, മിഥുനെടുക്കുക അങ്ങനെയൊക്കെ ചില ആളുകളെ വിളിക്കാറില്ല. എങ്കിലും അങ്ങനെ ചാൻസിൻ്റെ അടുത്ത പടത്തിൽ കയറാനുള്ള പരിപാടിയൊക്കെ തന്നെയാണ് വിളിക്കലേ. നേരിട്ട് ചാൻസ് ചോദിക്കില്ല, അവർക്കും അറിയാത്. പക്ഷേ ഈ വരാനുള്ളത് നമുക്ക് വഴി തങ്ങൂല എന്നൊക്കെ പറയണ പോലെ കിട്ടാനുള്ളത് കിട്ടും. അത് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഉദാഹരണമാണ്. അതെ, ഒരു 20 വർഷം കണ്ടായാലും അത് കയ്യിലേക്ക് എത്തി. അതെ. അല്ല, നമുക്ക് എന്നാലും ഇത്രയും ഒരു ഹൈപ്പ് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മിമിക്രി ആയിട്ട് നടക്കുന്ന എല്ലാ കലാകാരന്മാരും, മിമിക്രി എന്നല്ല നാടകമായാലും എന്ത് കലയായാലും എൻ്റെ പീക്ക് ലെവൽ എന്ന് വെച്ചാൽ സിനിമയാണല്ലോ. അപ്പോൾ സിനിമയിൽ നമ്മളെ മിമിക്രിക്കാർക്ക് നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ജയറാമേട്ടൻ, ദിലീപേട്ടൻ പിന്നെയും ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തതാണ്. അത് നല്ല സിനിമയിൽ പിന്നെ ജയറാമേട്ടനൊക്കെ നേരിട്ട് നായകനായിട്ട് വന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ വേഷമൊക്കെ ചെയ്തിട്ട് നമുക്കങ്ങനെ പതുക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സിനിമയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞോട്ട് മമ്മൂക്കയുടെ ആ ഒരു പടം മമ്മൂക്ക വിളിച്ച് ജോർജ് സാറും കൂടി വിളിച്ച് ആ പടം തന്നത്
ഇതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു തന്നെ. കാരണം നേരത്തെ പറഞ്ഞില്ല, നമ്മളും ഈ ചെറിയ വേഷങ്ങളിലൂടെ ഇതിനകത്ത് നിലനിൽക്കാം എന്നുള്ള സംഭവമായിരുന്നു. പക്ഷേ ഇതേപോലെ പ്രതീക്ഷിക്കാതെയാണ് മമ്മൂക്കയും നമ്മുടെ ജോഷി സാറും അതുപോലെ തന്നെ എന്താണ് ലാൽ ക്രിയേഷൻസ് ലാലേട്ടൻ, പിന്നെ ബെന്നി തിരക്കഥാകൃത്ത്. അത് ഇതേപോലെ തന്നെ എനിക്ക് സാധാരണ മിമിക്രിക്കാർക്ക് കിട്ടുന്നൊരു വേഷമല്ലായിരുന്നു അത് മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ടായിട്ടൊരു സിനിമയിൽ, അതും ആ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ, രണ്ടാമത്തെ സിനിമയിലും ചോട്ടാ മുമ്പേ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ പെട്ടെന്ന് നടന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ഒരു ഇതായി പോയില്ല, എന്താ പറയാ, ആഗ്രഹിച്ചതെല്ലാം അടിക്കടി പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് സിനിമ വിളിച്ച് എന്നെ സിനിമ നടനാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഈ ഒരു വിനായകന്റെ അച്ഛൻ എന്നുള്ളൊരു കഥാപാത്രം ബ്രീഫ് ചെയ്ത സമയത്ത് എന്തൊക്കെയായിരുന്നു മൈൻഡിലൂടെ ഓടുന്നുണ്ടായിരുന്നേ? ആരൊക്കെ ആലോചിച്ച ആ സമയത്ത്? ഇല്ല, അന്നേരത്ത് ആരും ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. കിട്ടിയത് എങ്ങനെയൊക്കെ നന്നാക്കി ചെയ്യാന്നുള്ള ഇതാണ്. അങ്ങനെ ആരും കണ്ടിട്ട് ചെയ്താക്കണ കഥാപാത്രമല്ല. ഒരു അച്ഛൻ നമ്മളോട് ആദ്യം പറഞ്ഞാക്കണ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു അച്ഛൻ, കൂട്ടുകാർക്കും മോനും അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ടൊരച്ഛൻ, മക്കളെയൊക്കെ സ്നേഹിക്കുന്നൊരച്ഛൻ, അദ്ദേഹം മരിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു ഇമോഷണൽ ട്രാക്ക് ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ തമാശയും കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ ഇതാണ് ഇതിൻ്റെ ബേസ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ഇത്തിരി സെൻറ്റിമെൻറ്റ്സ് വേണം ഇയാൾ മരിക്കുമ്പോൾ. അപ്പം അത് നന്മകൾ ചെയ്ത ആളാണല്ലോ മരിക്കുമ്പോൾ ഇത് കിട്ടുള്ളൂ. അപ്പം ഞാൻ കരുതി നിരന്തരം കരയിപ്പിക്കണ്ട, ഒരൊറ്റ പ്രാവശ്യം കരഞ്ഞാൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിപിൻ ദാസിൻ്റെയും സവിൻസ രണ്ടുപേരും മാജിക്കാണ്. അതിനകത്ത് നമ്മളൊരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. അവരുടെയാണ് മാജിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സിനിമ കണ്ടപ്പോഴാണ് ഞാനും ഞെട്ടിയത്. സംഭവം അഭിനയിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇതെവിടെ പ്ലേസ് ചെയ്യും, എന്താണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എന്താണ്, ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയായിട്ട് കാണുമ്പോഴാണ് ഈ പറഞ്ഞിട്ട് നമ്മളും കരഞ്ഞു പോയത്. കരഞ്ഞല്ലേ? ഞങ്ങൾ കരഞ്ഞു, അതേപോലെ തന്നെ സംഭവിച്ചു. കരഞ്ഞു ഞാനും കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം. ഒന്നാമത് നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പ്രോഗ്രാമിന് പോലും വിദേശത്തൊക്കെ പ്രോഗ്രാമിൽ ഒരു 3 ദിവസത്തേക്കുള്ളിൽ എനിക്ക് പിടിച്ചു പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പിന്നെ എങ്ങനെ പോരണം, എന്നാലും 10-45 ദിവസം നിൽക്കോട്ടാ, പൈസയൊക്കെ വേണമല്ലോ. എന്നാലും ഇങ്ങനെ, പക്ഷെ അത്രയും മൈൻഡുള്ള ആൾക്കാർ പെട്ടെന്ന് കണ്ടാൽ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതെ, വിജയേട്ടൻ റിയൽ ലൈഫിൽ ഒരു കൂൾ ഡാഡിയാണ്. നമ്മൾ വീഡിയോസ്, മോളിലൊപ്പം ഉള്ള വീഡിയോസ്, ഡാൻസ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അവരോട് ചോദിക്കണം, ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും അത് കാണുന്നതിന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫീലാണ് നമുക്ക് വന്നിട്ടുള്ളത്. വിജയേട്ടൻ്റെ ഒരു അച്ഛൻ അങ്ങനെയായിരുന്നു. ഈ ഒരു പറഞ്ഞപ്പോൾ അച്ഛൻ ആലോചിച്ചോ ഈ ഒരു പടം കഴിഞ്ഞപ്പോൾ? എൻ്റെ അച്ഛനായിട്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ അച്ഛൻ അങ്ങനെ വലിയ ഇങ്ങനെ പട്ടാളത്തിലൊന്നും അല്ലായിരുന്നില്ല. എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര കൂളായിരുന്നു. ഇതേപോലെ തന്നെ നമ്മളെ മിമിക്രി അയക്കാനും അതുപോലെ തന്നെ പഠിക്കാനാണെങ്കിൽ അച്ഛൻ കൂലിപ്പണിക്കാരനാണെങ്കിലും എന്തോരം വേണമെങ്കിലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് അച്ഛനെ അറിയാവുന്നതാണ് 10ാം ക്ലാസ്സിൽ വെച്ച് നിർത്തുന്നത്. അതായിരിക്കും ചിലപ്പോൾ നീ എന്തോരം വെള്ളം പഠിച്ചു, നിന്നെ ഞാൻ പഠിപ്പിക്കാം, അച്ഛനറിയാം ഇവൻ പഠിക്കില്ല. എനിക്കിത് ഇപ്പം തോന്നിയാണ്ടത്. കാരണം അച്ഛൻ എന്താണ് അങ്ങനെ പറയാൻ കാരണം, അച്ഛൻ അങ്ങനെ പൈസ നമുക്കിപ്പോൾ ഡോക്ടറാണെന്ന് അച്ഛന് അന്ന് ഡോക്ടറാക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ അപ്പോൾ ഇതായിരുന്നായിരിക്കും, ഇവൻ 10 കൂടുതൽ പോകില്ല, എന്നാൽ പിന്നെ ഇവരെ ബൂസ്റ്റ് ചെയ്ത് വിട്ടാക്കാം. അങ്ങനെ പറഞ്ഞിരുന്നിട്ട് അച്ഛൻ നമ്മൾ പഠിച്ചാൽ പഠിപ്പിച്ചേനെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ പിന്നെ കലയാണെങ്കിൽ തന്നെയും അച്ഛനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അച്ഛൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ പരിപാടി സ്ഥലങ്ങളിലൊക്കെ വന്ന് കൈയടിക്കുകയും അതൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുന്നത്, അത് ഭയങ്കര. പിന്നെ അച്ഛൻ ഈ പറഞ്ഞുകൊണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര ഹാപ്പിയായി. പെട്ടെന്നാണല്ല ഇങ്ങനെ വന്നത്. നമ്മളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വന്നിരുന്ന ആളുകളൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ ഓരോ ചെറിയ വേഷങ്ങളൊക്കെയാണ് ചെയ്ത് പോന്നിരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെയും ലാലേട്ടൻ്റെ കൂടെയും ജോഷി സാറിൻ്റെ പടം എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെല്ലാവരും ഞാനും ഞെട്ടിരിക്കുകയാണ്. ഈ സിനിമ ഇപ്പോൾ വാഴ 2 തിയേറ്ററിൽ നിന്ന് തിയേറ്ററിൽ കണ്ടതിന് ശേഷം കിട്ടിയ ഏറ്റവും ഒരു ബെസ്റ്റ് റെസ്പോൺസ് ഏതായിരിക്കും? അത് എനിക്ക് തോന്നണം ഇപ്പോൾ കിട്ടുന്നതെല്ലാം മിക്കവാറും അങ്ങനത്തെ തന്നെയാണ്. ഇപ്പം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞാനിങ്ങനെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, കണ്ണൂരാണ് വീടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണ്, എൻ്റെ അച്ഛൻ കഴിഞ്ഞ എൻ്റെ 2 വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ എന്താ ഏകദേശം 1 കിലോ ഒരു 500 മീറ്ററെങ്കിലും ഇങ്ങനെയുള്ള വഴിയാണ്. നമുക്കിങ്ങനെ ഒരാൾക്കിങ്ങനെ സ്ട്രെയിറ്റ് നടക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ വീട്. അപ്പോൾ അച്ഛന് അറ്റാക്ക് വന്ന് നെഞ്ചുവേദന എടുത്തിട്ട്, അപ്പോൾ വണ്ടികളൊന്നും ചെല്ലൂല.
അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് അച്ഛനെ തോളിൽ വെച്ചിട്ടും അച്ഛൻ തന്നെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹെൽപ്പിന് വേണ്ടി അമ്മയും ഞാനും കൂടി ഇങ്ങനെ തോളിൽ വെച്ച് കൊണ്ടുവരുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞ് മോനെ എന്നെ ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇത്തിരി വെയിറ്റൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇവന് എടുക്കാൻ പറ്റിയില്ല അച്ഛനെ പിടിച്ചിട്ട് കിട്ടണില്ല. അമ്മക്കാണെങ്കിലും ആരോഗ്യമില്ല. പക്ഷേ എങ്ങനെയോ അവൻ അവിടെ ഇത്രയും മീറ്റർ നടന്നിട്ട് ഒരു ഓട്ടോറിക്ഷ കയറ്റി പകുതിയായപ്പോഴേക്കും അച്ഛൻ ഹോസ്പിറ്റലിൽ ചെല്ലേക്കുമ്പോൾ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് ഭയങ്കര ഫീലായി. ഇത് കണ്ടപ്പോൾ പുള്ളി ആകെ കരഞ്ഞാകെ ഇതായിപ്പോയെന്ന് പറഞ്ഞു. അത് എനിക്കിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ വിളിച്ചറിയിക്കണത്. കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചേട്ടാ ഞാൻ എൻ്റെ അനിയനൊന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ആരാണെന്നറിയില്ല. അപ്പം ഞാൻ അനിയനായിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ച് ഇപ്പം ഡോക്ടറോട് ചോദിക്കാമെന്നുള്ള അതേപോലെയാണ്. എന്താണ് മോനെ സിനിമ കണ്ട് ചേട്ടാ. അപ്പം ഞാനൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്ത് ചേട്ടൻ കല്യാണം കഴിച്ചില്ല. പക്ഷേ ചെറുപ്പമാണ് അവർ പ്രേമിച്ചാണ്. അപ്പോൾ അച്ഛനും അമ്മക്കും ചേട്ടനും ഇഷ്ടമായില്ല. അത് ഞാൻ പറയാതാണ് ചെയ്തത്. അപ്പോൾ അന്ന് തൊട്ട് 2 വർഷമായിട്ട് എന്നെ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ചേട്ടനും അച്ഛനും അമ്മയും സിനിമ കണ്ടപ്പോൾ വീട്ടിൽ വന്ന് എന്നെയും വൈഫിനെയും കൂട്ടി വീട്ടിലേക്ക്. അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സിനിമ കണ്ടിട്ടല്ലേ അത് എനിക്ക് അത് ഇങ്ങനെയൊന്നും ആരോടും പറയണത് ഞാൻ കേട്ടിട്ടില്ല. എന്നോട് ഇങ്ങനെ പറയുമ്പോഴേ ഒരു സിനിമ മൂലം അങ്ങനെ ഉണ്ടാവാനും ശരിക്കും സിനിമ കല എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നതാണ് നാടകം, സിനിമ അല്ലേ? പക്ഷേ ഈ ഒരിക്കലും പൊക്കി പറഞ്ഞല്ലേ എല്ലാ കോളുകളും ഇങ്ങനെയാണ് വരണത്. നന്നായിട്ടുണ്ടെന്ന് പറയുന്ന കഴിഞ്ഞിട്ട് അവരൊരു കാര്യം പറയും നമ്മളോട്, അത് നമ്മൾ വിഷമിച്ചു പോകും. ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എൻ്റെ ഞാൻ വീട്ടിൽ വൈഫും ഞാനും എൻ്റെ മക്കളും പിന്നെ അനിയൻ്റെ മക്കളും ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ സിനിമക്കും പോകുള്ളൂ. ഞാനിപ്പോൾ സിനിമയില്ലെങ്കിലും എല്ലാ സിനിമകളും കാണും ഞങ്ങൾ. അങ്ങനെ തന്നെ പോകുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഞാൻ ഇത്രയും ഇങ്ങനെ നമ്മൾ ഒരുപാട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 ഷോ കഴിഞ്ഞ് ഏട്ടാണ് പിറ്റേ ദിവസം ഞങ്ങൾ പോണത്. അപ്പം ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു നല്ല രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. ആദ്യമായിട്ട് കാണുന്നത്? പിറ്റേ ദിവസമാണ് ഞാൻ കാണുന്നത്, 2ാം ദിവസം കാണുന്നത്. അപ്പോൾ ആ 2ാമത്തെ ദിവസം മോർണിംഗ് ഷോയിൽ മോളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് അപ്പോൾ കുറേ ആളുകൾ വിളിക്കാനുണ്ട്. അപ്പം മോള് വിളിച്ചിട്ടില്ല, മോള് കറക്റ്റായിട്ട് പറയുമല്ലോ. അപ്പം മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോൾ മോള് വിളിച്ച്. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്ന് പറഞ്ഞ് എങ്ങനെയുണ്ട് പടം, അച്ഛൻ മ്യൂസിക് കേൾക്കണ്ടെന്ന് ചോദിച്ച്. ഞാൻ പറയും മ്യൂസിക് കേട്ടിട്ടുണ്ട്. പിന്നെ സംസാരിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് വൈഫിന് മനസ്സിലായി കരയായിരിക്കും എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നി ഇതായി. പക്ഷെ എന്നാലും എനിക്ക് കാണുമ്പോൾ ഇത്രയും ഭയങ്കര കരച്ചിൽ വരും, കാരണം നമ്മൾ അഭിനയിച്ചാണല്ലോ. അപ്പം എന്തായാലും എനിക്കങ്ങനെ ഒരുമില്ലാന്നായിരുന്നു പ്രതീക്ഷ. പിന്നെ വൈഫും ഞാനും മോള് പിന്നെയും വന്ന് ഞങ്ങൾ ഇതുപോലെ കുറേ ഇരിക്കുന്ന സമയത്ത് കുറേ ഒരു ഞങ്ങളാണ് മൊത്തം. ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോൾ എല്ലാവരും കരയുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും ജെൻസി പിള്ളേരാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ ആദ്യം കയറിയിരുന്നു, ആരും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവരിങ്ങനെ ഒരു 10-25 പേരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വന്ന് അങ്ങനെ ഓരോ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കര വർത്തമാനം എഴുതിയ ഫസ്റ്റ് ഹാഫിൽ ഇവർ പേപ്പറിൽ ഹഷീറിനൊക്കെ കാണുമ്പോൾ കയ്യടി, അത് ലാലേട്ടനെ കാണുന്നുണ്ട്, മമ്മൂക്കനൊക്കെ ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ഫസ്റ്റ് ഹാഫ് ഇവർ മൊത്തം ഇരുന്ന് ചിരി ഇടി ചെയറിലൊക്കെ ഇടിച്ച് ഇവരങ്ങോട്ടും കൂടി ഇടിയും ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടും സെക്കൻഡ് ഹാഫ് തുടങ്ങി. പിന്നെ ഒരു 25 മിനിറ്റ് അതെനിക്കൊരു അത്ഭുതമായിപ്പോയി. 25 മിനിറ്റ് ഇവർ മിണ്ടിയിട്ടില്ല. ഈ പിള്ളേർ ആരും മിണ്ടിയിട്ടില്ല. അത് നോക്കുമ്പോൾ ഞാൻ സ്ക്രീനിൽ നോക്കണമല്ല, ഇവരിങ്ങനെ നോക്കിയിട്ട് മൊബൈലിലൊക്കെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം. ഒരു നന്നായിട്ട് കരയുണ്ടായിരുന്നു. അതെനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇവർക്ക് ഈ ഇമോഷണലി ടച്ചില്ല, ഇവർക്ക് സങ്കടമൊന്നും ഇല്ലെന്നാണ് നമ്മുടെ വിചാരം. ഇവരങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നി സിനിമ കണ്ടപ്പോൾ. അവരെല്ലാം ഭയങ്കര ഡെസ്പായിരുന്നു. പിന്നെ അവസാനത്തെ ആ ഒരു ട്വിസ്റ്റ് വന്നപ്പോഴാണ് ഇവരെല്ലാവരും ഉണർന്നത്, ഓണായത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാത്തരം എന്താണ് ഏത് ഏജ് ഗ്രൂപ്പിനും ഇത് ഭയങ്കര കണക്റ്റ് ആവുന്ന സിനിമയാണ്. അതെ, ഇപ്പം പറഞ്ഞല്ലോ കരിയറിൽ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ചെയ്ത കോമഡി കഥാപാത്രങ്ങളുടെ പേരിൽ പോകുന്നിടത്തൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിന്റെ പേരിൽ ഫസ്റ്റ് ടൈമാണ് ഇപ്പം കിട്ടുന്നത്. ഇപ്പം ആദ്യമായിട്ട് ലഭിച്ചൊരു കഥാപാത്രം അത് ഇത്രയും ഹിറ്റ് ആവുന്നു. ബിജുചേട്ടന് ഇപ്പോൾ ഈ ഒരു ഇത്രയും നീണ്ടൊരു യാത്രയിൽ ഇപ്പം തോന്നുന്നൊരു ഫീലിംഗ് എന്തായിരിക്കും? ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ചെറുത് ഒരു ഡയലോഗ് പറയാം,
അല്ലെങ്കിൽ ഒന്ന് നോട്ടം നോക്കുക, അങ്ങനെ ആ സിനിമയിൽ ആ നോട്ടം നന്നായിരുന്നിട്ട്, അല്ലെങ്കിൽ ആ ഡയലോഗ് ഇത്തിരി നമ്മൾ സെൻറ്റി ആക്കിയിട്ട് അങ്ങനെയാണ് ഞാനും തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ കൂടെ മമ്മൂക്കയുടെ കൂടെയൊക്കെ വന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഹൈപ്പ്. പെട്ടെന്ന് ഒരു സിനിമയിൽ ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് തന്നെ ഇത് സവിൻ്റെയും അതുപോലെ തന്നെ അതെ വിപിൻ ദാസിൻ്റെ മാജിക് തന്നെയാണ്. അത് പറയാതിരിക്കാം. അത് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ് മാജിക് എന്ന് പറഞ്ഞത്. അത് മാജിക് തന്നെയാണ് എന്തായാലും, അതിനകത്ത് ഒരു ഇതില്ല. അതെ, ഒരു കരിയറിൽ ഇപ്പം ഇത്രയും ഇതിലേ ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തപ്പെട്ട് പോകുന്നു എങ്കിലും കിട്ടുന്ന കഥാപാത്രങ്ങൾ ചേട്ടൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിക്കുന്നത്, നമ്മൾ വിക്കിപീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ക്യാരക്ടറാണെങ്കിലും പേരെടുത്ത് പറഞ്ഞ ആളാരാന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന ക്യാരക്ടറാണ്. കഥാപാത്രങ്ങളുടെ പേരിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും എപ്പോഴെങ്കിലും ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് ക്യാരക്ടർ കിട്ടുന്നില്ല എന്നതിൽ എപ്പോഴും നിരാശ തോന്നിയിട്ടുണ്ടോ? നിരാശ അങ്ങനെ തോന്നിയിട്ടില്ല. ഇതിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലും തമാശ കിട്ടിയാൽ ഞാൻ ചെയ്യും. അങ്ങനെ സിനിമ അങ്ങനെയാണല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ സിനിമ നിൽക്കുമല്ലോ. അങ്ങനെ സിനിമ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പം നമ്മളതിൻ്റെ പുറകെ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളത് അല്ലാണ്ട് എനിക്ക് സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ വന്നപ്പോൾ ഇന്ന് വരെയായിട്ടും ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പും വീട്ടിലങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അല്ലലോ അലച്ചിലോ ഒരു കടം വാങ്ങിക്കേണ്ട രീതിയിലോ, അത് ദൈവം ആ സിനിമ അഭിനയിച്ച മമ്മൂക്ക വിളിച്ച് ആ ഒരു പോത്തൻ ബാവ തന്നതിന് ശേഷം ഇതുവരെയായിട്ടും ഞാൻ വീട് വെച്ച് കാറ് വാങ്ങിച്ച് എൻ്റെ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അനിയന്മാരെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വേറെ കടങ്ങളൊന്നും. പിന്നെ ഞാനെന്തിനാണ് ദുഃഖിക്കുന്നത്? അതെ, നല്ല നന്നായിട്ട് ജീവിക്കുക. പിന്നെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് അത് അറിയാത്ത ആൾക്കാർക്കാണ് ഈ ദുഃഖം വരണമെന്ന് തോന്നുന്നത്. കാരണം നമുക്കറിയാം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആവർത്തന വിരസതയായി പോകും. അത് നമുക്കറിയാം. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എത്രയോ വലിയ ആളുകൾ വന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് അമ്പിളിച്ചേട്ടനല്ലാതെ ഒരാൾക്കും അങ്ങനെ നിൽക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. ബാക്കി എല്ലാവർക്കും ഒരു ടൈം കഴിയുമ്പോൾ ഒരു ആവർത്തന വിരസത വരും. അത് നമ്മുടെ കുഴപ്പമാണത്. അത് നമ്മളങ്ങനെ ആയി പിന്നെ നമ്മൾ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ കുഴപ്പമാണത്. നമ്മൾ വേറെ എന്തെങ്കിലും സാധനം കയറി പിടിച്ചാൽ, അല്ലെങ്കിൽ വേറൊരു മോഡുലേഷനിൽ കയറി പിടിച്ചാൽ ആൾക്കാർ കാണാനുണ്ടാവും. പക്ഷെ നമുക്കത് പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളെ കുഴപ്പമാണത്. ഹാസ്യ നടന്മാരായിട്ട് വന്ന ആൾക്കാർ പിന്നീട് സപ്പോർട്ടിങ് റോളിലേക്ക് തിരിയുമ്പം അവർക്ക് വരുന്ന വലിയൊരു വേറൊരു ഭാരമാണ്. അവർ നന്നായി തെളിയിക്കും, രണ്ടിതിലും നന്നായി തെളിയിക്കും. പക്ഷേ പിന്നെ ആ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ടു പോകാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പം സുരാജേട്ടനൊക്കെ ആക്ഷൻ ഹീറോ ബിജുവിലെ ഒറ്റ സീനുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സപ്പോർട്ടിങ് ക്യാരക്ടറിലെ ഇതിലേക്ക് എത്തിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് സുരാജേട്ടൻ അഴിഞ്ഞാടുന്ന കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്താണ് പുള്ളി വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഭയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നണമൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും തമാശയൊക്കെ പറഞ്ഞ്, പക്ഷേ ഈ പഴയ തമാശ അല്ല. ഇപ്പം നമ്മളെ പുതിയതായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള തമാശകൾ വരണം. ഒന്നാലും രക്ഷയുള്ളൂ. പഴയത് തൂക്കിക്കിടക്കാൻ പറ്റില്ല എന്തായാലും. അത് ഞാനിപ്പോൾ തന്നെ കുറച്ച് സിനിമകളൊക്കെ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം അത് റിലീസാവില്ലെന്നും, അത് പകുതി വരുമ്പോൾ നിർത്തുമെന്നൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ഈ പൈസയ്ക്ക് വേണ്ടി അവിടെ പോയിട്ട് നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഇറങ്ങിയാൽ തന്നെയും അത് വലിയ ഗുണം ചെയ്തില്ല എന്നൊക്കെ 2-3 സിനിമകളൊക്കെ അങ്ങനെ വിട്ടിട്ടുണ്ട്. എന്ന് കരുതി ഇത് കാത്തിരുന്നിട്ട് കുറേ ഒന്നും വിടാൻ പോകില്ല, അപ്പോൾ ജീവിക്കണ്ടേ. പക്ഷേ ഞാൻ എന്നാലും കുറച്ച് നാളായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞോട്ട് ഇത് ഇപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് നേരിട്ട് ഇനി എല്ലാ സിനിമയിലും ഇങ്ങനെ കിട്ടണം എന്നില്ല. കാരണം നമുക്ക് കയ്യിലൊതുങ്ങുന്ന കഥാപാത്രങ്ങൾ കിട്ടണം, നമുക്ക് വിളിച്ചേൽപ്പിക്കണം. അങ്ങനെ വേണം. നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ല. അങ്ങനെയൊക്കെ വിളിച്ചാൽ ഇതുപോലെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ വലിയ താല്പര്യമുണ്ട്. അപ്പോൾ തന്നാൽ നമുക്കും കൂടി എനിക്ക് ചെയ്യാൻ പറ്റും, ജനങ്ങളിൽ ഇങ്ങനെ എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ കയ്യിലൊതുങ്ങും. അങ്ങനെയും കൂടി നോക്കണമല്ലോ നമ്മൾ. അതെ. ഇപ്പം അതിൽ ഒരുപാട് അച്ഛന്മാരുണ്ട് വാഴ 2-നകത്ത്. സിനിമ കണ്ടതിന് ശേഷം ഈ വിനായകൻ്റെ അച്ഛനോട് തന്നെയാണോ കൂടുതൽ ഇഷ്ടം തോന്നുന്നത്, അതോ മറ്റേ ക്യാരക്ടർക്ക് ഒന്നുകൂടെ? അല്ല, 3 അച്ഛന്മാരോടും ഈ പറഞ്ഞ 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ആളാണ്. അതെ. കാരണം ഒരാൾക്ക് ഇത്തിരി സ്നേഹം കൂടുതലുള്ള അച്ഛൻ, ഒരാൾക്ക് സ്നേഹം ഒട്ടുമില്ല. സ്നേഹം കാണിച്ചുകൊണ്ട് ഇവരെ എവിടെയെങ്കിലും പോട്ടെ, എന്തെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം ഇവൻ വരെ പറഞ്ഞു വെച്ചിട്ട് അങ്ങനത്തെ ഒരു അച്ഛൻ. പിന്നൊരു എന്താണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെൻറ്റിയൊക്കെയാണ്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ പാടില്ല പുള്ളിക്കാരന്. അങ്ങനത്തെ ഒരാൾ. പിന്നെ ഒരു മാമ ഉണ്ട്, മാമൻ. ഉമ്മ പാവമാണ്, പക്ഷെ മാമൻ ഭയങ്കര. പക്ഷെ അവരൊക്കെ അവരുടേതായ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ 4 അച്ഛന്മാരാണല്ലോ. അതാണ്. മറ്റേന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും തന്നെ ഇത്തിരി വിഷയക്കാരും കാര്യങ്ങളും ഭയങ്കര ഉപദേശവും കാര്യങ്ങളും പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആദ്യത്തെ അച്ഛൻ. പക്ഷെ ഇതിനകത്ത് എല്ലാ അച്ഛന്മാർക്കും ഓരോരോ പല ക്യാരക്ടേഴ്സാണ്. മറ്റേനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ടൊരു ഫസ്റ്റ് പാർട്ടിനകത്ത്. അതെ. അല്ല, ഞാൻ ചോദിച്ചത് പ്രത്യേക ഒരു ഇഷ്ടം വിനായകൻ്റെ അച്ഛനോടാണോ തോന്നിയത്, അതോ? അതങ്ങനെ തോന്നിക്കും നമുക്ക്.
അത് ഞാൻ ചെയ്തുകൊണ്ടല്ല, കാരണം കുറച്ചും കൂടി എന്തും പറയാം, എന്ത് വേണമെങ്കിലും ഈ അച്ഛനോട് പറയാം, അത് കുഴപ്പമില്ല, ഈ അച്ഛൻ അത് കുഴപ്പമില്ലാണ്ട് സോൾവ് ചെയ്യാം. അങ്ങനെ ഫ്ലെക്സ് അടിക്കാൻ വരെ പോകണല്ലേ അച്ഛൻ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി നമുക്ക് സ്നേഹമുള്ളവരോടുള്ള ചിലപ്പോൾ കൂടുതൽ ഒരു ഇത് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണവരും നമുക്ക് സ്നേഹം തോന്നും. ചിലപ്പോൾ അത് മനസ്സിൽ ദേഷ്യം ഉണ്ടാവും, പക്ഷെ എന്നാലും സ്നേഹം പ്രകടിപ്പിക്കുന്നവരോടാണ് നമുക്ക് കുറച്ചും കൂടി സ്നേഹം കൂടുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ എൻ്റെ അച്ഛൻ കുഴപ്പമില്ല. സവിൻ ചേട്ടനോടോ അല്ലെങ്കിൽ വിപിൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് എന്നെ വിളിച്ചതെന്ന്? കാരണം വേറെ അച്ഛന്മാരുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വിനായകന്റെ അച്ഛൻ എന്നുള്ള ക്യാരക്ടറിലേക്ക്? ഞാനത് പലപ്പോഴും ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചിട്ട് നീ എന്തിനാ വലിയ വലിയ കാര്യങ്ങൾ അന്വേഷിക്കണം, വന്ന് തന്നത് ചെയ്താൽ പോരെ. അപ്പം തന്നെ എന്നെ റിപ്പീറ്റ് അതിൻ്റെ ഉത്തരം എൻ്റെ മനസ്സിൽ വരും, അയ്യോ വേണ്ട, സന്തോഷം അല്ലേ, അയ്യോ അത്രേ ഉള്ളൂ. ഈ പറഞ്ഞിട്ട് ആ മാജിക്ക് അവർക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെ പ്ലേസ് ചെയ്യണം, ആരൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ. അത് അവിടെ അവരുടെ മനസ്സിൽ സിനിമയുണ്ട്. ആ മനസ്സിലെ സിനിമ എനിക്ക് തോന്നുന്നത് സിനിമ കണ്ടിട്ടാണ് ഇവർ എഴുതുന്നതെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നണേണ്ട. കാരണം അവർക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്കാണ് ടെൻഷൻ. ആ ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുള്ളൊരു? എനിക്കുണ്ടായിരുന്നു. ഇത് വലിയ കുറ്റം പറയൂല എന്ന് എനിക്കറിയാം, പക്ഷേ വാഴ ഈ വണ്ണ് എത്ര വലിയ ഹൈപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ തന്നെ നസീർക്ക, അസീസ്, അതുപോലെ തന്നെ നമ്മുടെ നോബി, ഇവരൊക്കെയാണ് ചെയ്തത്. അവരുടെ അത്രയും ഹൈപ്പായി നിൽക്കുന്ന സിനിമയും ഈ ക്യാരക്ടേഴ്സും. അപ്പം നമ്മൾ വന്നിട്ട് എന്ത് നേടിയാൽ നല്ലത്, അത് മാത്രം മതിയായിരുന്നു, ഇവർക്ക് വല്ല പാട്ടുണ്ടാകും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അത്രയും എത്തിയില്ലെങ്കിൽ പോലും ഇത് കുഴപ്പം പറയരുത് എന്നുള്ള രീതിയിൽ ഉണ്ടാവണം എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല. അവർ സാധാ അവർ നമ്മളൊന്ന് പേടിപ്പിക്കുക, അല്ലെങ്കിൽ ചേട്ടാ മറ്റേ സിനിമ അതൊന്നുമില്ല, ഭയങ്കര കൂളായിരുന്നു. നമ്മളാണ് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വലിച്ചു നോക്കണത്. അതെ, ടെൻഷൻ നമുക്കായിരുന്നു. അതെ അതെ അതെ, സത്യം. ഈ കൂട്ടുകാരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു കണ്ടിട്ട്? ആരെങ്കിലും പറഞ്ഞിരുന്നോ? കൂട്ടുകാരാണ് ഇപ്പൊ കൂടുതലും വിളിച്ചോണ്ടിരിക്കുന്നത്, ചേട്ടാ നിനക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നൊക്കെ. അത് ഭയങ്കര, അവരും നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിലും നമ്മളത് എപ്പോഴും ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, കിട്ടുമ്പോൾ ചെയ്യുക എന്ന് കരുതിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നമ്മൾ മുഴുവനും ഈ കരയിപ്പിക്കലും കാര്യങ്ങളും ഇത് മൊത്തം. എനിക്ക് ഈ ബഹുമാനവും സ്നേഹമൊക്കെ ഇന്നലെ വിളിച്ച ആളുകൾ ഞാൻ അവരോടും പറയാറുണ്ട്, ഈ ബഹുമാനവും സ്നേഹവും ഇതൊക്കെ എനിക്ക് തോന്നുന്നു 100% എനിക്ക് തന്നാൽ മതി. 75% വിപിൻ ദാസിനും സവിൻ സായിക്കുള്ളതാണ്, അതുപോലെ പ്രൊഡ്യൂസർമാർക്കും. അത് അങ്ങനെ തന്നെയാണത്, അത്ര ഉള്ളത്. വിജയന്റെ വീഡിയോസ്, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ ഇപ്പോൾ അടുത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ വരുന്നുണ്ടല്ലോ. നല്ല കിഡ്ലൻ ഡാൻസർ ആണല്ലേ? ഇറങ്ങേണ്ടി വന്നതാണോ അതോ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഡാൻസറിനെ? അല്ല, ഡാൻസ് എനിക്ക് ബീറ്റുള്ള പാട്ടുകൾ കേട്ടാൻ നേരത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാനൊന്നും അറിയാൻ പാടില്ല. മക്കള് പിന്നെ കളിക്കുമല്ലോ, അവര് പിന്നെ അല്ല അവര് ഇപ്പം യൂട്യൂബൊക്കെ നോക്കി പഠിക്കും. പിന്നെ ക്ലാസിക്കൽ അവളെ പഠിപ്പിച്ചിട്ടുണ്ട്, മോഹിനിയ അല്ല നമ്മുടെ ഭരതനാട്യം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ചെറിയ ആൺപിള്ളേരും പെൺപിള്ളേരും യൂട്യൂബിലൊക്കെ നോക്കിയൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ അവൾ ഒറ്റക്ക് കളിച്ച് ഞാൻ എൻ്റെ പേജിലും ഇൻസ്റ്റയിലൊക്കെ ഇടുമ്പോൾ ഇവള് പറയും എനിക്കിങ്ങനെ താല്പര്യമുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമുക്കൊരു അച്ഛൻ ബാക്കിൽ നിന്നോ എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം കളിച്ചാണത്. അത് കളിച്ച വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ പുഷ്പയിലാണ് ആദ്യം ചെയ്തത്. ഹിറ്റായി, അങ്ങോട്ട് ഹിറ്റായി. ഇപ്പൊ ഇടക്കിടക്ക് വരുന്നുണ്ട്, ഇടക്കിടക്ക്. അതെ, മോളാണോ അതിന്റെ മെയിൻ ആള്? അതെ അതെ, സ്റ്റെപ്പൊക്കെ പഠിപ്പിക്കണത്. സ്റ്റെപ്പൊക്കെ തന്നെ നല്ല ഡാൻസറാണ്, നല്ല കമന്റ്സും വരുന്നുണ്ടല്ലോ. അല്ല, അത് നമുക്കേ എപ്പോഴും എല്ലാവർക്കും കിട്ടാത്തൊരു ഇതാണല്ലോ. ഈ പിള്ളേരൊക്കെ കൂടി എന്നിട്ട് ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അവരിൽ പഠിക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്കും ഒരു ടൈം പാസ്. പിന്നെ എന്നെ കുറേ ആൾ നമ്മുടെ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് നടന്മാരും നടികളൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും മോളും ബിജുക്കൂടൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന സപ്പോർട്ടായിട്ട് ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ നമുക്കറിയാം, ഒരു 2-3 പഠിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം താത്തിപ്പോരുന്ന. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഒരെണ്ണം ഇടും, വല്ലപ്പോഴും. അത് മുഷിപ്പിക്കാനൊന്നുമില്ല നമ്മൾ. മോളുടെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതായിരിക്കും ഇപ്പം ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട്? മോൾക്ക് എനിക്കാണ് ചോട്ടാ മുമ്പേ, പിന്നെ അടിയെ പേരെ കൂട്ടോണി, അതൊക്കെയാണ് പറഞ്ഞിരുന്ന ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ. പക്ഷേ ഇതാണിപ്പോൾ ഏറ്റവും. മോള് കുറച്ച് ദിവസം എടുത്തോ ഹാങ് ഓവർ പുറത്ത് വരാനായിട്ട്? അവരിപ്പോൾ 3 പ്രാവശ്യം അങ്ങനെ കണ്ടെന്നു. ഹാങ് ഓവറൊക്കെ ഉണ്ട്, പക്ഷേ പോണുണ്ട് പടത്തിന്. നല്ലല്ലേ, വീട്ടിൽ തന്നെ ഭയങ്കര ബൂസ്റ്റ് അല്ലേ? മോൾ തന്നെയാണോ ഏറ്റവും വലിയ ക്രിട്ടിക്ക്?
അങ്ങനെയല്ല. വൈഫായാലും വൈഫിനും കാര്യങ്ങളൊക്കെ അറിയാം. വൈഫാണ് ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് ക്യാമറയൊക്കെ ചെയ്യണത്, മറ്റേ ഡാൻസ് ഒക്കെ എടുക്കുമ്പോൾ. വൈഫാണ് ക്യാമറ. പക്ഷെ ഭയങ്കരതാണല്ലോ, ഭയങ്കര ക്യാമറ സെൻസ് ഒക്കെ ഉണ്ടല്ലോ. മോളൊറ്റ കളിക്കുമ്പോൾ ഞാനാണ് എടുക്കുന്നത്, ഞങ്ങൾ രണ്ടും കളിക്കുമ്പോൾ വൈഫാണ് എടുക്കുന്നത്. അപ്പോൾ വൈഫിനും കാര്യങ്ങളൊക്കെ ചെറുതൊക്കെ ആയിട്ട് അറിയാം. അപ്പോൾ എല്ലാവരും തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ. ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പറയാം, ചെറിയൊരു ഓർമ്മകൾ ആ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റും. ആദ്യത്തെ നമുക്ക് കരിവണ്ടെന്ന് തുടങ്ങാം. ഒരു പോത്തൻവാവയുടെ ഒരു ഭാഗമാവുന്നു. ആ സമയത്ത് ഒരു മൊമെന്റിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? കാരണം ഇത്രയും വലിയൊരു പടം, കരിവണ്ടെന്നുള്ളൊരു ക്യാരക്ടർ, ത്രൂ ഔട്ട് ക്യാരക്ടർ വിത്ത് മമ്മൂക്ക. അതും ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു സംഭവമാണ്. നമ്മളത് മിമിക്രി കളിച്ചുകൊണ്ടിരിക്കണം, ഞാനും ടിനിയും പക്രമൊക്കെ മിമിക്രി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കണത് ആൻഡ്രൂ ജോസഫ് ഏട്ടൻ. എന്നെ വിളിച്ചപ്പോൾ ഞാനപ്പോൾ അതിക്ക് മുന്നേ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് കുറേ ദിവസം ഞാനിങ്ങനെ നടന്ന്, സിനിമ എന്താണെന്ന് ഇതിന് നടക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല. അതിനുവേണ്ടി സിനിമയുടെ ആഗ്രഹമുണ്ട്, ഇനി ഇതൊക്കെ കഴിയട്ടെ, നമുക്ക് ചാൻസ് ചോദിക്കാം എന്നുള്ള സമയത്ത് ഞാനൊരു പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് ഒരു 3-4 ദിവസം എൻ്റെ പുറകെ കിടന്നിട്ടും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഉണ്ടാവില്ല ചേട്ടാ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് 1 മാസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ഗൾഫിൽ. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്താക്കിയിരുന്നു. അപ്പോൾ അന്ന് 5 സ്റ്റാർ തട്ടുകട കോമഡി ഷോ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാനും കൂടി വേണം. എന്നാൽ ആ കോറത്തിൽ ആരെങ്കിലും ഒരാൾ കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ പിന്നെ ഞാനും ടിനിയാണ് മെയിനായിട്ട് ഇങ്ങനെ കളിക്കണത് അപ്പം ഞാൻ കരുതിയത് ഈ പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ചായ കൊടുക്കണേ സാധിക്കുള്ളൂ. അപ്പം നമുക്ക് പരിപാടിയാണല്ലോ വലുത്. എനിക്ക് തോന്നുന്നു 1 മാസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാവില്ല, ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നല്ല വേഷമാണ്. അപ്പം ഞാനും കരുതുന്നത് മമ്മൂക്ക ഉണ്ടാവില്ല, മമ്മൂക്കല്ല, അതൊന്നും ചിന്തിക്കണ പോലും ഇല്ല. നമ്മൾ വേറെ എന്തെങ്കിലും പുതുമുഖങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ സെറ്റപ്പ് ആയിക്കെന്ന് കരുതി വിളിച്ചിട്ട് അപ്പോൾ പുള്ളി കട്ട് ചെയ്ത് ഓക്കെ എന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം പുള്ളി വിളിച്ച് ഇത് തന്നെ പറഞ്ഞ് പുള്ളി കട്ട് ചെയ്ത്. അപ്പോൾ എന്നെ ടി വി വിളിച്ച്, നീ എന്താ ആൻഡ്രോ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അന്നത്തെ. നീ ആൻഡ്രോ ജോസഫ് വിളിച്ചിട്ട് നീ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമുക്ക് പരിപാടിക്ക് വേണ്ടേ? പരിപാടിക്ക് വേണ്ടേ? ആൻഡ്രോ ചേട്ടൻ നീ എന്താണെന്ന് ഒന്ന് അറിയുക, എന്താണ് എന്ന് അറിഞ്ഞു നോക്ക്, എനിക്കും അറിയില്ല സംഭവം എന്താണെന്ന്. അപ്പോൾ 3ാമത് തന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ്, നിങ്ങളൊരു എസ് ഓർ നോ കറക്റ്റായിട്ട് പറഞ്ഞോ, ഞാൻ ഒരു കാര്യം പറയാം, ഇത് മമ്മൂക്കയുടെ സിനിമയാണ് എന്ന് പറഞ്ഞാൽ. അപ്പോഴും മമ്മൂക്കയുടെ സിനിമ എന്ന് പറയുമ്പോൾ മമ്മൂക്കായിരിക്കും, ചിലപ്പോൾ സലീം കുമാറായിരിക്കും, ചിലപ്പോൾ ഹരിശ്രീ അശോകനായിരിക്കും. അതിൻ്റെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല ബസ്സിലേക്ക് നിന്നിട്ട് കൈ കാണിക്കുന്നതോ അല്ലെങ്കിൽ കണ്ടക്ടറായിട്ട് അങ്ങനെ എന്നാ വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ ജോഷിയാണ്. അപ്പോൾ അതിക്ക് മുമ്പ് ജോഷി സാറേ മുമ്പ് എന്നോട് പറഞ്ഞു മമ്മൂക്കയാണെന്ന് പറഞ്ഞു. മമ്മൂക്ക, എന്നാലും ഞാൻ ഇല്ല ഏട്ടാന്ന് പറഞ്ഞു. ഇത് മമ്മൂക്ക എവിടേക്ക് ഉണ്ടോ അതിൻ്റെ കൂടെ തന്നെ ഉള്ള കഥാപാത്രമാണ്, മമ്മൂക്കയുടെ കൂട്ടുകാരനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടി, അയ്യോ അങ്ങനെയുണ്ടാ. പിന്നെ പുള്ളി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോഷി സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. വീട്ടിൽ ഹൃദയം പൊട്ടിപ്പോയി അന്നിരുന്നത്. പിന്നെ ലാൽ ക്രിയേഷൻസ് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഉഷാദുപ്പ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നത് മമ്മൂക്കനേലും കൂടുതൽ താനായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തൊണ്ടേന്നൊക്കെ വെള്ളമില്ലാണ്ടായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പ്രതികരണമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ കട്ട് ചെയ്ത്. കാരണം എനിക്ക് മിണ്ടാൻ പറ്റണില്ല. ഞാൻ ടിന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ ആകെ പ്രശ്നമായി. ടിനിയും പറഞ്ഞ് പോകണമല്ലോ, അവിടെയും പോകണം ഇവിടെയും പോകണം. പിന്നെ അതിൻ്റെ പ്രശ്നമൊക്കെ ആയി. പിന്നെ മമ്മൂക്ക എന്നെ വിളിപ്പിച്ച്, മമ്മൂക്ക എന്നെ വിളിച്ച് ഇതുപോലെ എന്നോട് ചോദിച്ച്, നീ വേറെ ഒന്നും സംസാരിക്കണ്ട, അതെനിക്ക് സിനിമ വേണോ, മിമിക്രി ആയിട്ട് നടക്കണോ? ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ മതി, പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മമ്മൂക്കായിരുന്നു. പിന്നെ തിരിഞ്ഞോക്കിയിട്ടില്ല. പിന്നെ എന്നൊക്കെ ഗൾഫിൽ നടക്കണതും പരിപാടിക്ക് പോകണതും എമിഗ്രേഷൻ പരിപാടികളൊക്കെ ശരിയാക്കി തന്നെ എല്ലാം മമ്മൂക്കാണ്. ഇവിടെ വൈകുന്നേരം വരെയൊക്കെ ഒരു 2 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്യും, നിർത്തും, ഞാൻ അവിടെ പോവും, 2 ഐറ്റം കളിക്കും, തിരിച്ച് കയറി വരും, പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യും. അത് ഭയങ്കര അതെ അതാണ് ടെൻഷനാണ്. ഒറ്റക്കൊക്കെ കയറി പോണത് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. അവിടെ ചെന്ന് പരിപാടി കളിക്കാൻ പോരുക, അതിൻ്റെ ഇടയിൽ ആരൊക്കെ ഇംഗ്ലീഷൊക്കെ പറയണ്ട, ഒന്നുമില്ല, കളിച്ച് തിരിച്ചു പോരുക. എന്നാലും ആദ്യത്തെ പടത്തിൽ തന്നെയല്ലേ അതങ്ങോട്ട് സംഭവം. അപ്പൊ അത് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം എനിക്ക് കരിവണ്ട് ലൈഫ് മാറ്റി തന്നെ പറയാം അല്ലേ? അയ്യോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഹൈപ്പിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മമ്മൂക്കയുടെ പടത്തിൻ്റെയും അതുപോലെ തന്നെ അൻവർ റഷീദിൻ്റെ സുശീലൻ, ഈ 2 പടത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഹൈപ്പിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്.
എനിക്ക് ഓർമ്മയുണ്ട് ചോട്ടാകുമ്പോൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടപ്പം ഫസ്റ്റ് സീൻ തന്നെ അതായിരുന്നില്ലേ, പുള്ളിയും കഴിഞ്ഞു പല്ലപ്പം കഴിഞ്ഞു, താങ്ക് യു. അല്ല ഈ റീ റിലീസാണ് കണ്ടത്? അല്ല, ഫസ്റ്റ് അന്ന് തിയേറ്ററിൽ പോയിട്ട് ചോട്ടാമുംബൈ കണ്ടിട്ടില്ല. കണ്ടല്ലേ? പിന്നെ കോഴിക്കോട്ടിലെ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്, കോർണേഷൻ തിയേറ്ററിൽ. മറക്കൂല അത്, കാരണം എന്റെ ഫേവറേറ്റ് ആണ് ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന്റെ പടങ്ങളൊന്നും ഞാൻ മിസ് ചെയ്യില്ല. അപ്പൊ ആ സീൻ വരെ ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കയ്യടി കിട്ടിയൊരു സംഭവമായിരുന്നു. സുശീലൻ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നെയല്ലേ? അത് തന്നെയല്ല, അതിനകത്ത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയണത് ലാലേട്ടനാണ്. അതെ, നീ കിടക്കണ ആരാ അത് ഭയങ്കരമല്ലേ. അത് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അത് അത്രയും വലിയതായിട്ട് തോന്നില്ല. കാരണം ലാലേട്ടൻ ഒന്നും പറയണില്ലല്ലോ. ഈ ഡെഡ് ബോഡി ഇങ്ങനെ പോലെ കിടക്കണോടത്ത് സിനിമയിൽ വന്നപ്പോഴാണ് അയ്യോ ഇത് ലാലേട്ടനെ കുറിച്ച് പറയണം. അത് ഭയങ്കര. അതുപോലെ ദിലീപേട്ടൻ 2020 നമ്മളെ കുറിച്ച് അങ്ങനെ ക്യാരക്ടറിനെ കുറിച്ച് പറയേണ്ട ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഭയങ്കര കിട്ടിയ ഭാഗ്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കുഞ്ഞിരാമായണത്തിലെ ഭീകരൻ, പിന്നെ നമ്മുടെ അടികപ്പേരയിലെ ശാന്തപ്പൻ എന്റെ അമ്മ നമുക്ക് കൈ കിട്ടി ഒന്ന് കൊടുക്കാൻ തോന്നുന്നു. അതിലെ ഒരുപാട് പേര് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ്. അത് ഭയങ്കര രസമുള്ള ക്യാരക്ടറും. അത് ഇതുപോലെ തന്നെ ഒരു എന്താ ഏത് വയസ്സിൽ ഉള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് കപ്പേര. ഒരു സാധനം കപ്പേര അല്ലെങ്കിൽ പോലും അച്ഛൻ്റെ ഒരു കയ്യാളെന്നുള്ള. അതുപോലെ തന്നെ വാസു ഉണ്ട്, പിന്നെ മറ്റേ ഗുലുമാലിലെ കോൺസ്റ്റബിൾ, പിന്നെ അണ്ണൻ തമ്പിയും ഇതുപോലെ തന്നെയായിരുന്നു ക്യാരക്ടർ തന്നെയാണ്. എനിക്ക് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കോമഡി കഥാപാത്രങ്ങളായിക്കോട്ടെ, പക്ഷെ അതിന്റെ കഥാപാത്രങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ ആൾക്കാർ തിരിച്ചറിയാന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടല്ലേ. അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ചോട്ടമുംബൈയിലെ സുശീലൻ, ആ സുശീലൻ എന്ന് പറയുമ്പോൾ എല്ലാ ദുശീലങ്ങളും ഉള്ളൊരു ആള്, പേര് സുശീലൻ. എല്ലാ ദുശീലങ്ങളുണ്ട്. ശാന്തപ്പൻ എന്ന് പറഞ്ഞ ആള് ഒരു എവിടെ ശാന്തതയെന്ന് വെച്ചാൽ അയാൾക്ക് ശാന്തതയേ ഇല്ല. എല്ലാം ഓപ്പോസിറ്റാണ് പുള്ളിക്ക് വരുന്നത്. ഈ ഭീകരൻ എന്ന് പറഞ്ഞാൽ പഞ്ചഭാവമാണ്. ആ ലോക്കിന്റെ സീനില്ലേ, പഞ്ചഭാവമാണ്. എന്നാ ഭീകരൻ എന്ന പേരും എന്നാ ഫേസിലും ഇല്ല, പുള്ളിയുടെ ഫിസിക്കലും ഇല്ല, ഒന്നുമില്ല. എന്നാ പേര് ഭീകരൻ. ഇപ്പൊ ഈ ഒരു വർഷത്തെ ഇപ്പൊ അടുപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷങ്ങളൊന്നും എനിക്ക് ആട് 3 അടുത്തൊരു സന്തോഷം. 2ാം പാട്ടിലും അല്ല 3ാം ഭാഗത്തിലും മീൻസ് പങ്കെടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നാലിലുണ്ട്. അതെ, ഉണ്ടാവുന്നു. ഇനിയിപ്പോ എന്തായാലും ഉറപ്പാ. അപ്പൊ ആ ഒരു സന്തോഷം കൂടെ എങ്ങനെയാ പറയാൻ പറ്റുക? അല്ല, അത് പിന്നെ നമുക്ക് നമ്മൾ ആ സ്റ്റോറിയിൽ നമ്മളുണ്ടല്ലോ, അത് ആ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും ആ ടീമിനെ എന്തായാലും 3 ആയാലും ആരെ മാറ്റിയെടുത്താൻ പറ്റൂല അതിനകത്ത്. കാരണം ഓരോരോ ടീമുകളാണല്ലോ. ഇപ്പം സത്താൻ സേവ്യറിൻ്റെ നമ്മുടെ ടീം, അങ്ങനെ ഷാജി പാപ്പൻ്റെ ടീം, ആ ടീമുകളെല്ലാം കൂടി ഒന്നിച്ചാൽ മണ്ടത്തരത്തിനൊരു ഹൈപ്പ് കിട്ടുള്ളൂ. അപ്പം അത് എന്തായാലും ഉണ്ടാവും. പക്ഷേ എനിക്കും ഈ പറഞ്ഞോട്ട് ആദ്യം ഒരു സീനിലാണ് ഞാൻ വന്നത്. ആട് ഫസ്റ്റിൽ ഒരു സീനിലാണ് വന്നത്. പിന്നെ 2ാമത്തേൽ സാത്താൻ സേവ്യറിൻ്റെ കൂടി അതെനിക്കാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫൊക്കെ ഒരുപാടുണ്ടായിരുന്നു. 3ലേക്ക് വന്നപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ ഉള്ള കുറേ ഗെറ്റപ്പ് വ്യത്യാസത്തിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതും ഈ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഗുണം ചെയ്ത സംഭവങ്ങളാണ്. 4th അതിലും ഭീകരമായിട്ടുള്ള എന്താ സംഭവമാണ് വരാൻ പോണത്? 4th ഭയങ്കര സംഭവിക്കുള്ളൂ. ഇപ്പൊ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമുക്ക് കിട്ടിയ റിവ്യൂസ് അങ്ങനെയായിരുന്നു. കാരണം ആർക്കും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും 4th പാർട്ടിന്റെ. അതെ, അതിന്റെ ക്ലൈമാക്സ് ഇരിക്കുന്നത് 4th എനിക്ക് തോന്നുന്നു അതാണ് ആദ്യം എഴുതിയത്. ഇപ്പൊ അത് എന്തായാലും കാണാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് നടന്നാക്കൾ എന്താണെന്നൊക്കെ ഉള്ളത് അതിനകത്താണ്. അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 2 പതിറ്റാണ്ടിന്റെ ഒരു അഭിനയ എന്താ പറയാ ഒരു യാത്ര. കരിവണ്ടിൽ തുടങ്ങി ഇപ്പൊ വിനായകന്റെ അച്ഛൻ വരെ എത്തി നിൽക്കുന്നു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക. എപ്പോഴും എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ റെഡി ആയിട്ടിരിക്കുക. റെഡി ആവില്ല. അത്യാവശ്യമാണ് നമ്മളിപ്പോൾ കൊറോണയൊക്കെ വന്നപ്പോൾ അത്യാവശ്യം തളർന്നു പോകാതെയൊക്കെ നമ്മൾ നന്നായിട്ടൊക്കെ എന്തെങ്കിലും വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് വന്ന് കിട്ടി. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. കാത്തിരിക്കുക, വരും. അതെ, ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവത്തോട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഏറ്റവും വേണ്ടത്. കാരണം ചേട്ടൻ തന്നെ പറഞ്ഞു നിരാശ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഒട്ടും നിരാശ തോന്നില്ല. അത് അങ്ങനെ നിരാശ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിനോട് തന്നെ പറയുന്നൊരു വേറൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമൊക്കെ. അല്ലെങ്കിൽ ഈ മമ്മൂക്ക, ജോർജ് സാറ്, അല്ലെങ്കിൽ ലാലേട്ടൻ, അല്ലെങ്കിൽ അൻവർ റഷീദ്, ഇല്ല നമ്മുടെ ബെന്നിച്ചേട്ടൻ, ഇവരോടൊക്കെ പറയുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ഞാൻ ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട് എനിക്ക് നിരാശയുണ്ടെന്ന് എനിക്ക് പറയാനേ പറ്റില്ല. അവരൊക്കെ എൻ്റെ ഓർമ്മയിൽ എന്നും ഉണ്ട്. മമ്മൂക്കനൊക്കെ എപ്പോഴും ഞാൻ വിളിക്കാറില്ല, ലാലേട്ടനെ എപ്പോഴും വിളിക്കാറില്ല.
എന്ന് കരുതിയിട്ട് അവരില്ലാതെ ഈ അവരെ ആലോചിക്കാതെ നമുക്ക് സിനിമ ഓർക്കാനേ പറ്റില്ല. അതെ, എങ്കിലും ഈ ഒരു 20 കൊല്ലമൊക്കെ സിനിമയിൽ നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതെ, അല്ല ഇപ്പോഴും ഈ കുറച്ച് ഗ്യാപ്പ് വന്നെങ്കിലും സിനിമ കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. സിനിമയും പ്രോഗ്രാമും ചെറിയ ചെറിയ TV പരിപാടികൾ ഒക്കെ കൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. യൂട്യൂബിൽ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ തമാശയൊക്കെ ചെയ്യുന്നതല്ലേ, അത് ക്യാഷിനോ കാര്യങ്ങളോ, അത് നമ്മുടെ ഒരു അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ നിൽക്കുന്ന നടന്മാരും കുറവാണ്. ഈ ഒരു 20 വർഷം ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ ബിജുകുട്ടൻ എന്നുള്ള പേര് കുട്ടികൾക്ക് പോലും അറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ നിൽക്കാൻ കഴിയുന്ന തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് തോന്നണുണ്ടല്ല, എനിക്ക് മാത്രം എൻ്റെ തോന്നലാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചെന്ന് വെച്ചിട്ട് ചിലപ്പോൾ ചില TV ചാനലിൽ പോയിരിക്കില്ല ചിലവർ. അപ്പോൾ ആ സിനിമയുടെ സെറ്റപ്പ് അപ്പോൾ നമ്മളങ്ങനെ മറക്കും ആൾക്കാർ. സിനിമയില്ല, സീരിയലും ഇല്ല, ഒന്നും. എനിക്ക് പറഞ്ഞാൽ കിട്ടണ പരിപാടികളെല്ലാം ചെയ്യണം. അത് അങ്ങനെ ആയാലും ലൈം ലൈറ്റിൽ നിൽക്കുമ്പോഴുള്ള നമ്മളെല്ലാവരും കാണുള്ളൂ. അപ്പോൾ ചിലവർ എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമ ഒരു ഹൈപ്പിൽ നിന്നാൽ പിന്നെ ഇറങ്ങി അയ്യോ അത് ഞാൻ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു മണ്ടത്തരമായിരിക്കും ഉള്ളത്. നമുക്ക് കിട്ടുന്നത് ചെയ്യാം, നമ്മുടെ തൊഴിലാണുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് മറ്റേ TV കണ്ടിരുന്നിട്ടാ, മറ്റേ കോമഡി ഷോയിൽ കണ്ടിരുന്നിട്ടാ ഞാൻ എല്ലാത്തിനും പോകാറുണ്ട്. അപ്പോൾ കോമഡി കളിക്കാനും പോകാറുണ്ട് എല്ലാം. പിന്നെ നമുക്ക് ജീവിക്കണമല്ലോ. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇറങ്ങാത്തത്, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതെ, അപ്പം എന്തായാലും ഈ ഒരു യാത്ര ഇനി തുടരട്ടെ. അതിലേക്ക് എന്താ പറയുക, ഒരു ട്രാക്ക് മാറ്റുക എന്നൊക്കെ പറയാം. പക്ഷേ എങ്കിലും അതുപോലത്തെ കഥാപാത്രങ്ങളും വന്നു ചേരാൻ സാധിക്കട്ടെ. വിനായകൻ്റെ അച്ഛനെ പോലെ ഇനി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങളില്ലേ, അത് കോമഡി അല്ല ഞാൻ പറഞ്ഞേ, വേറെ നമുക്കിനി ട്രാക്ക് മാറ്റിയിട്ട് ഒരു വില്ലനും ഒക്കെ നമുക്കൊന്ന് പിടിക്കാം. അങ്ങനത്തെ ക്യാരക്ടറും കൂടി കോമഡി ചെയ്യും. എന്റെ ജോലികളല്ലേ, ഞാൻ എന്ത് പണിക്കും പോകും. കോമഡിക്കൊപ്പം പോരെ, കോമഡിക്കൊപ്പം ഇനി അങ്ങനത്തെ കഥാപാത്രങ്ങളും തേടി എത്തട്ടെ. ഈ ഒരു 20-40 ആവട്ടെ അല്ലെ, അതിലും നീങ്ങട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. സന്തോഷം. ഒരു ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാലും സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ സിനിമ കാണുക. എല്ലാ പ്രാർത്ഥനയൊക്കെ വേണം. അതെ.